സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ മനോഹരമായ ചില കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം എന്ന വകുപ്പാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ത് മനോഹരമാണ്. 102 വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളിൽ കൂടിയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തൻ്റെ അനന്യവചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. എന്താണത്? ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം. ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു പ്രബോധനമാണ്. ഒരേ ഒരു വചനം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിതമായിരിക്കുന്നതെന്ന കാര്യം അങ്ങ് ഓർക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാ അധരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത് ഈ ഒരേ ഒരു വചനം തന്നെയാണ്. ആരംഭം മുതലേ ദൈവത്തോടു കൂടി ദൈവമായിരുന്നവന് വേറിട്ട ശബ്ദങ്ങളുടെ ആവശ്യമില്ല, കാരണം അവൻ കാലത്തിന് അതീതനാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് 426 മുതൽ 29, 26, 27, 28, 29 4 പാരഗ്രാഫ്. അപ്പോൾ മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. ഒരു വ്യക്തിയെ, നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ, പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനം കണ്ടോ, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. 13 ഈ 13 13 എന്താണ് പറയുന്നത്? CT5. CT എന്ന് പറഞ്ഞാൽ എന്താണ്? CT എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ആദ്യകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ CT എന്ന് പറഞ്ഞാൽ കാത്തിക്കസിസ് ത്രദന്തേ, മതബോധനം ഇന്ന് എന്ന ആ പ്രബോധന രേഖയെക്കുറിച്ച് ഞാൻ വളരെ വിസ്തൃതമായി സംസാരിച്ചായിരുന്നു ആദ്യഘട്ടങ്ങളെയെല്ലാം. CT നമ്മുടെ ഞാൻ പറയുമായിരുന്നല്ലോ, വത്തിക്കാൻ കൗൺസിലിന് ശേഷം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തലുകളും പ്രബോധനങ്ങളുമെല്ലാം ജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി, അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സിനഡ് വിളിച്ചു കൂട്ടി. മെത്രാന്മാരുടെ സിനഡ് വിളിച്ചു കൂട്ടി. ആ സിനഡിന് ശേഷം പുറത്തിറങ്ങിയ പ്രബോധന രേഖയാണ് ഈ കാത്തിക്കസിസ് ത്രദന്തേ. മതബോധനം ഇന്ന്, അല്ലെങ്കിൽ മതബോധനം നമ്മുടെ കാലഘട്ടത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രബോധനം കത്തോലിക്കാ സഭ മുഴുവനിലുള്ള മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി നൽകപ്പെടുന്നു. യോഹന്നാൻ പൗലോസ് രണ്ടാമൻ മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ ഒരു പ്രബോധനമാണിത്. 1965 വത്തിക്കാൻ കൗൺസിൽ സമാപ്തിച്ചത്, അല്ലെങ്കിൽ അവസാനിച്ചത്. അതിനുശേഷം 10 വർഷത്തിന് ശേഷം 1975 ഒരു സിനഡ് വിളിച്ചുകൂട്ടി സുവിശേഷവൽക്കരണത്തെക്കുറിച്ച്. ആ സിനഡിലാണ് പോൾ 6 മാർപ്പാപ്പ ഈ സിനഡാന്തര പ്രബോധനം, ദ ബെസ്റ്റ് ടീച്ചിങ് എന്ന് പറയാം, സുവിശേഷവൽക്കരണം, എവാഞ്ചലി നുൻഷ്യാൻറ്റി. ഇത് നമ്മളെപ്പോഴും കാതിൽ മുഴങ്ങേണ്ട ഒരു ശബ്ദമാണ്. എവാഞ്ചലി നുൻഷ്യാൻറ്റി എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം.
അതിനുശേഷം അത് 75-ൽ, അതിനുശേഷം വീണ്ടും 77-ൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി മതബോധനത്തെക്കുറിച്ച്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലൂടെ ലഭ്യമായ ആ പ്രകാശനങ്ങളെല്ലാം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഉള്ള ആ സിനഡാന്തര രേഖയാണ് മതബോധനം ഇന്ന് കാറ്റെക്കിസിസ് ത്രദന്തേ. മെത്രാന്മാരുടെ സിനഡിൻ്റെ 4ാമത്തെ സമ്മേളനം ആധികാരികമായ മതബോധനത്തിൻ്റെ ക്രിസ്തു കേന്ദ്രീകൃതമായ സ്വഭാവം പലതവണ എടുത്തു പറയുകയുണ്ടായി. കാറ്റെക്കിസിസ് ത്രദന്തേ 5. ക്രിസ്തു കേന്ദ്രീകൃതത്വം, ക്രിസ്റ്റോസെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥങ്ങളുണ്ട്. ആ 2 അർത്ഥങ്ങളിലും അതിവിടെ ഉപയോഗിക്കാം. അവ പരസ്പര വിരുദ്ധങ്ങളോ ഒന്ന് മറ്റേതിനെ ഒഴിവാക്കുന്നതോ അല്ല. ഒന്നിൻ്റെ പൂർണ്ണതയ്ക്ക് മറ്റത് ആവശ്യകമാണ്. അതിനാൽ അവ പരസ്പര പൂരകങ്ങളത്രേ. ഒന്നാമതായി, ക്രിസ്തു കേന്ദ്രീകൃതത്വം കൊണ്ട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് മതബോധനത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നസ്രത്തിലെ യേശു എന്ന വ്യക്തിയെ നാം കാണുന്നു എന്നതാണ്. ഈ യേശു പിതാവിൻ്റെ ഏകജാതനും കൃപയും സത്യവും നിറഞ്ഞവനും നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനശേഷം ഇപ്പോൾ എന്നേക്കുമായി നമ്മോടൊത്ത് ജീവിക്കുകയും ചെയ്യുന്നവനാണ്. അവിടെ നിന്നാണ് വഴിയും സത്യവും ജീവനും. 9 അതെവിടെ നിന്നാണ് നോക്കാം, അതിൻ്റെ ഒറിജിൻ. 9 യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. അതെ, അപ്പോൾ നമ്മോടൊത്ത് ജീവിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ നിന്നാണ് വഴിയും ജീവനും സത്യവും. ക്രൈസ്തവ ജീവിതം അവിടത്തെ അനുഗമിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്ത്വാനുഗമനം, സെക്വലാ ക്രിസ്തി. വിശുദ്ധ പൗലോസും സമകാലീന ദൈവശാസ്ത്രത്തിനും പ്രിയങ്കരമായ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസിനും, അതായത് ആദ്യകാലത്തെ സമകാലീന ദൈവശാസ്ത്രത്തിനും, അത് ഈ കാലഘട്ടത്തിലെ 2ാം വത്തിക്കാൻ സൂനഹദോസിലെ പ്രിയങ്കരമായ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ മതബോധനത്തിൻ്റെ പ്രഥമവും സത്താപരവുമായ വിഷയം ക്രിസ്തു രഹസ്യമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മതബോധന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രഹസ്യം അതിൻ്റെ എല്ലാ മാനങ്ങളിലും പഠിച്ചറിയുന്നതിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുക എന്നതാണ്. അതായത് രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുക, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുക, അറിവിനെ അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുക, അതുവഴി ദൈവത്തിൻ്റെ സമസ്ത പൂർണ്ണതയിലേക്ക്. അതിനാൽ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി മുഴുവനും ക്രിസ്തുവാകുന്ന വ്യക്തിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് മതബോധനം വഴി സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം അന്വേഷിച്ച് അറിയിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം അവ ഒരേ സമയം അവിടുത്തെ രഹസ്യത്തെ നിഗൂഹനം ചെയ്യുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മതബോധനത്തിൻ്റെ നിയതമായ ലക്ഷ്യം ജനങ്ങളെ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല, അവിടത്തോട് ഗാഢമായി ഐക്യപ്പെടുത്തുകയാണെന്ന് കാണാം. അവിടത്തേക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കാനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ പങ്കാളികളാക്കാനും കഴിയും. ഇതാണ് കാറ്റെക്കിസിസ് ത്രദന്തേയുടെ ഒരു ആദ്യം തന്നെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ. ഇപ്പോൾ ഞാൻ 2ാം വത്തിക്കാൻ സൂനഹദോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാനിടയായി, 2ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ ആരംഭം ജോൺ 23 മാർപ്പാപ്പയും ആ സൂനഹദോസിൻ്റെ കാലയളവിൽ മാർപ്പാപ്പ
ദിവംഗതനായി അപ്പോൾ പുതിയതായിട്ട് വന്നത് പോളാറാമൻ മാർപ്പാപ്പയാണ്. പോളാറാമൻ മാർപ്പാപ്പ ഈ കാറ്റക്കിസിസ് പ്രതിനിധി അല്ലെങ്കിൽ ആ സിനഡ് തുടങ്ങി. ആ സിനഡ് കഴിഞ്ഞപ്പോൾ പോളാറാമൻ മാർപ്പാപ്പയും ദിവംഗതനായി. ആ സിനഡാന്തര രേഖ ഉണ്ടാക്കിയത് അതായത് 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അപ്പോൾ ആ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇവർ രണ്ടുപേരും ജോൺ പോൾ എന്ന പേരെടുത്തത് തന്നെ ഈ ജോൺ 23 മാർപ്പാപ്പയും പോൾ 6 മാർപ്പാപ്പയും ആരംഭിച്ച ഈ സെനഡുകളും അവരുടെ വീര്യമേറിയ പ്രവർത്തന ശൈലിയും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകും അങ്ങനെയാണ് ജോൺ പോൾ എന്ന് വന്നത്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മളിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്തു കേന്ദ്രീകൃതത്വമാണ് സ്നേഹമുള്ളവരെ. ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും. ഇപ്പോൾ ഞാൻ അതിനകത്തേക്ക് അധികം പോകുന്നില്ല. പക്ഷേ അവരോടെല്ലാം ആദ്യം പറയേണ്ടതും നമ്മൾ തന്നെ ആദ്യം കരുത്തുള്ളവരാകണമെങ്കിൽ ആദ്യം നമ്മളിൽ ക്രിസ്തു പൂർണ്ണമായി രൂപപ്പെടണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം തന്നെ ഒരു കരുത്തുള്ളതാവുകയുള്ളൂ. ആരാണ് ക്രിസ്തു? നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ജീവിതം മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതവുമാണ്. എന്നാൽ ഇടയ്ക്ക് ക്രിസ്തുവിനെ പിടിക്കുകയല്ല. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി ജീവിതമാണ് നമ്മുടെ ജീവിതം. ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ്. നമ്മളിതെല്ലാം പഠിക്കുന്നതിൻ്റെ അന്തസത്തയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ക്രിസ്തു ആണെങ്കിൽ മാത്രമേ ഈ പഠനത്തിന് പ്രയോജനമുള്ളൂ. അതാണ്. അങ്ങനെ അതൊരു വലിയ കാര്യമാണത്. സാരാംശത്തിൽ ഈ 2-ാം വത്തിക്കാൻ സൂനകദോസിലെ 3 വർഷത്തിലേറെ ഇത്രയും പിതാക്കന്മാർ മുഴുവനും വളരെ ഗവേഷണപൂർവം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് അവരെ നയിച്ചതിൻ്റെ എല്ലാം രഹസ്യമാണ് നമ്മൾ ഈ കേട്ടത്. നമ്മൾ അന്ന് വരെയുള്ള സഭയുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകേണ്ട ഒരു പുതുമ ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രബോധനവും പ്രഘോഷണവും ജീവിതവും എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാകണം എന്നതാണ്. സുനഹദോസ് 1965 കഴിഞ്ഞു. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും നമ്മൾ ആ ക്രിസ്തു കേന്ദ്രീകൃതത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അതിനുശേഷം 1985 77 ഈ കാറ്റക്കിസിസ് തദന്ത ഇറങ്ങിയത്. 85 വീണ്ടും സൂനകദോസിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം പ്രചരിച്ചു എന്നുള്ളതെല്ലാം വിലയിരുത്താൻ വേണ്ടി, അതായത് സൂനകദോസ് കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മെത്രാന്മാരുടെ ഒരു സിനഡ് വിളിച്ചു കൂട്ടിയപ്പോഴാണ് പറഞ്ഞത്, നമുക്ക് ഇനി ഒരു മതബോധന ഗ്രന്ഥം തന്നെ പുതിയത് വേണം, ഒരു യൂണിവേഴ്സൽ കാറ്റക്കിസം. വിശ്വാസികൾക്ക് ഈ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അറിവ് ഗ്രാസ് റൂട്ട് ലെവൽ ഏറ്റവും സാധാരണ വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുന്നതിന് പറ്റിയ രീതിയിലുള്ള ഒരു ഗ്രന്ഥം വേണം. 1985 അതനുസരിച്ച് ഒരു കമ്മീഷനെ നിയമിച്ചു. അതിൽ നിന്നും ഈ വത്തിക്കാൻ ഡോക്യുമെൻറ്റും സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ ആദ്യം മുതലുള്ള
വിശ്വാസത്തിൻ്റെ ആ ഉത്ഭവവും ട്രഡീഷനും ഈശോയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതാണ് മതബോധനം. അപ്പോൾ അതിൽ എല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇതാണ്. മതബോധനത്തിൻ്റെ സത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയാണ്. ഇതൊരു പ്രസ്ഥാനത്തെ അല്ല നമ്മൾ കാണേണ്ടത്. ഒരു പാർട്ടി ഓഫീസ് അല്ല സഭ, ഒരു പാർലമെൻ്റ് അല്ല സഭ, കുറേ നിയമങ്ങളും തത്വങ്ങളുടെയും ഒരു സമാഹാരമല്ല സഭ. ഇവിടെയാണ് നമ്മളെ ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയിൽ ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട വലിയൊരു ഉൾക്കാഴ്ച. നമ്മൾ ഒരു വ്യക്തിയെയാണ് കാണേണ്ടത്. ആ വ്യക്തിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇതിൽ നമ്മൾ കേട്ടു ആ വചനത്തിൽ, ബാക്കി എല്ലാവരും സഹോദരരാണ്. എല്ലാവരും സഹോദരരാണ്. പിന്നെ നമ്മളെല്ലാവരെയും വളരെ സ്വന്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണെങ്കിൽ സാധിക്കും? ക്രിസ്തു നമ്മളിൽ ഉരുവായി കഴിഞ്ഞാൽ സാധിക്കും. അതൊരു ക്രിസ്തു രഹസ്യത്തിലൂടെയാണ് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യേശു എന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ യേശു എന്ന ആ വ്യക്തി നമ്മളിൽ എന്ത് ചെയ്യും? എന്താണ് ആ വ്യക്തി നമ്മളിൽ ചെയ്യണത്? അതാണ് ഇവിടെ പറയുന്നത്. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന്. കണ്ടോ, പിതാവിൽ നിന്ന്, പിതാവിനോടൊപ്പം വചനമായിരുന്ന ആ വ്യക്തി മനുഷ്യാവതാരം ചെയ്തു. അതാണ് പിതാവിനോടൊപ്പമായിരുന്ന വചനമായിരുന്ന ആ വ്യക്തി, ആദിയിലുണ്ടായിരുന്ന വചനം മനുഷ്യാവതാരം ചെയ്തു, നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. ആ വ്യക്തി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു, മരിച്ചു. പിന്നെ എന്താണ്? ഉത്ഥാനം ചെയ്തു. ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. ഉത്ഥാനശേഷം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടൊരു കാര്യമാണ് ആ ഉത്ഥാനത്തിൻ്റെ മഹത്വം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതിനേറ്റവും പൂർണ്ണതയിൽ ഉത്ഥാനത്തിന് ശേഷമുള്ള ആ പുതിയ ക്രിസ്തുവാണ്. മരിച്ചുയർത്ത ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ, കേൾക്കുക, സനാതനവും സാർവത്രികവുമായ, അതാണ് അത്. സനാതനവുമാണ്, സാർവത്രികവുമാണ്. ദൈവിക രക്ഷാപദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക എന്നാണ് അർത്ഥം. മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ സനാതനവും സാർവത്രികവും. സാർവത്രികം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി മതസ്ഥർക്കും. സനാതനം അനന്തമാണത്. ആ സന്ദേശം അത് മറ്റ് പ്രബോധനങ്ങൾ പോലെയല്ല, മറ്റു വ്യക്തിത്വം പോലെയല്ല, സനാതനമാണ്. സാർവത്രികവുമായ ദൈവിക രക്ഷാപദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമമാണ് മതബോധനം. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും, അതാണ്. ആ ക്രിസ്തുവിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ്. ഇന്നലെ ഒരു സഹോദരി ചോദിച്ചു, അപ്പോൾ ഈ പാപികളെല്ലാം അവർ മാനസാന്തരപ്പെട്ട് വന്നാലല്ലേ
അവരെ ദൈവത്തിന് ഇഷ്ടമാവുള്ളൂ. അവർ പശ്ചാത്തപിക്കണ്ടേ? തീർച്ചയായിട്ടും പശ്ചാത്തപിക്കണം. പക്ഷേ അവർ പശ്ചാത്തപിച്ചതിന് ശേഷമല്ല ദൈവം അവരെ സ്നേഹിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു വന്നത് അവർ പശ്ചാത്തപിച്ച് കണ്ടിട്ടല്ല വന്നത്. യേശുക്രിസ്തുവിൻ്റെ നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നാം പാപികളായിരിക്കും. ഇതിനകത്ത് 604 നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വപുത്രനെ പരിത്യജിച്ചുകൊണ്ട് നമ്മെ പ്രതിയുള്ള തൻ്റെ പദ്ധതി നമ്മുടെ ഏതർഹതയ്ക്കും അതീതമായ പദ്ധതിയാണെന്ന് അത്യുദാര സ്നേഹത്തിൻ്റെ ദൈവം വെളിപ്പെടുത്തി. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇവിടെയാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കേണ്ടത്. മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞ് അവനെ അവഹേളിക്കുകയും അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ക്രിസ്തു സ്നേഹമല്ല. അവൻ നമ്മുടെ സ്വന്തം സഹോദരനാണ്, ക്രിസ്തുവിൻ്റെ സഹോദരനാണ്. ക്രിസ്തു അവന് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്തു. പശ്ചാത്തപിക്കണം എന്നതാണ് ഈശോ ആദ്യം പറഞ്ഞ സന്ദേശം. പശ്ചാത്തപിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കെല്ലാം പശ്ചാത്താപം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഉണ്ടായത്? ഒരു പാപി ആയിരിക്കെ അവൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപ ഇല്ലാത്ത അവസ്ഥയാണ്. ആ ദൈവത്തിൻ്റെ കൃപ ഇല്ലാത്ത അവസ്ഥയിൽ അവന് പശ്ചാത്താപം ഉണ്ടാവില്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളാണെങ്കിലും ചിലർ വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെയും പള്ളിയിൽ പോകാതെയും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാതെയും ഇരിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്? അവരും ക്രിസ്ത്യാനികളാണ്, എന്നാൽ അവർക്ക് പശ്ചാത്താപമില്ല എന്ന് വിചാരിച്ച് അവരെ സ്നേഹിക്കേണ്ട, അവരെ ക്രിസ്തു സ്നേഹിക്കുന്നില്ല എന്നല്ല. അവർ പശ്ചാത്താപം ഉണ്ടാകുന്നത് ഈശോയുടെ വചനം കേൾക്കുമ്പോഴാണ്. അതാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം കേൾക്കുമ്പോഴാണ് പശ്ചാത്താപം ഉണ്ടാകുന്നത്. 53 ദൈവകൃപ എന്ന ദാനം ആവശ്യപ്പെടാനോ അതിനുള്ള യോഗ്യത നേടാനോ അതിനെ വാങ്ങിക്കാനോ മാനുഷികമായ യാതൊന്നിനും സാധ്യമല്ല. അപ്പോൾ അതിനോട് സഹകരിക്കുക എന്നതാണ് പശ്ചാത്താപം. പശ്ചാത്തപിക്കണം. അതിനോടുള്ള എല്ലാ സഹകരണവും ആ കൃപാവരത്തിൻ്റെ മുൻകൂട്ടിയുള്ള ദാനമാണ്. അപ്പോൾ ആ പശ്ചാത്താപം തന്നെ പരിശുദ്ധാത്മാവിലൂടെ, യേശുവിൻ്റെ വരവിലൂടെ, യേശുവിൻ്റെ സാമീപ്യത്തിലൂടെ, യേശുവിൻ്റെ വചനത്തിലൂടെ ഒഴുകുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന ഒരു വരവാണ് പശ്ചാത്താപം. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ നല്ലവരായിരിക്കുമ്പോഴല്ല. നല്ലവരായവരെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന വിമർശനങ്ങളും കമൻറ്റുകളും എല്ലാം നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും ചിന്തിക്കണത് അവർ നല്ലതാണ്, ബാക്കിയുള്ളവരൊക്കെ ചീത്തയാണ്. അങ്ങനെയല്ല, ഒരാളും നല്ലവനായിട്ടില്ല, എല്ലാവരും പാപികളാണ്. എന്നാൽ പാപികളായിരിക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എല്ലാവരും എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ പറഞ്ഞിട്ടല്ലേ കുർബാനയിൽ വരുന്നത്. മാർപ്പാപ്പ പോലും അത് മരിക്കുന്നിടത്തോളം സമയം എല്ലാവരിലും പാപങ്ങൾ ഉണ്ടായിരിക്കും. പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ കള്ളം പറയുകയാണെന്നാണ് യോഹന്നാൻ പറയുന്നത്, വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ.
അപ്പോൾ എല്ലാവരിലും പാപമുണ്ട്. എന്നാൽ യേശുക്രിസ്തു സകല പാപങ്ങളും ഏറ്റെടുത്തു എങ്കിലും ഇന്ന് നമ്മൾ കുമ്പസാരിച്ചു, മണിക്കൂറുകൾക്കകം വീണ്ടും നമ്മൾ പല പാപങ്ങളും ചെയ്തു പോകുന്നു. അപ്പോൾ എല്ലാവരും പാപികളാണ്. പക്ഷേ ഇത് വിശ്വസിക്കണം, എല്ലാവരും സഹോദരങ്ങളാണ്. അവരെൻ്റെ സഹോദരനാണ്. ആ അച്ഛൻ, ആ കന്യാസ്ത്രീ, അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ് എന്നൊന്നും ചിന്തിച്ചേ. നമുക്ക് അവരാരെയും വിധിക്കാനോ അവഹേളിക്കാനോ നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ ആരെയും വിധിക്കരുതെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വിധിക്കുന്നവന് അവൻ ആ കുഴിയിൽ തന്നെ വീഴുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേര് ചോദിച്ചതിന് ഉത്തരവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവരെയൊക്കെ കാണണം? ഇവരെ കർത്താവ് കാണുന്ന പോലെ കാണണം. കർത്താവ് എങ്ങനെ കാണുന്നു? പാപിയായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ. അതാണ് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു അവബോധം. നമ്മൾ വലിയ നന്മ പ്രവൃത്തികൾ ചെയ്യണത് കൊണ്ടും വിശുദ്ധിയിൽ ജീവിക്കുന്നത് കൊണ്ടുമാണ് ക്രിസ്തു നമ്മളെ സ്നേഹിക്കണു എന്നല്ല വിശ്വസിക്കുന്നത്. നാം പാപിയായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കുന്നു, നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. അപ്പോൾ പറയും, അപ്പോൾ പിന്നെ മനുഷ്യന് എന്തും ചെയ്യാനാവൂലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ട്. അവനങ്ങനെ എന്തും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. പൗലോസ് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ ഡമാസ്കസിലേക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? വഴിക്ക് വെച്ച് ഒരു ശബ്ദം, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ആരാണങ്ങ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. എന്നിട്ടൊരു വാണിംഗ് പോലെയാണ്, നീ ഇരുമ്പാടിയിലാണ് തൊഴിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സഭയെ പീഡിപ്പിക്കുന്നവരോട് ഈശോ പറയുന്നൊരു വാക്ക്, നീ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സാരാംശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമമാണ് മതബോധന ഗ്രന്ഥം. അല്ലോ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ആദ്യം ക്രിസ്തു ആരുടെ അടുത്തേക്കാണ് ചെന്നത് കേട്ടോ? വിജാതീയരുടെ വിജാതീയരുടെ അടുത്തേക്ക്, പിന്നെ പാപികളുടെ അടുത്തേക്ക്, പാപികളെ വിളിക്കുന്നു. മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നു. മത്തായി ചുങ്കക്കാരനും ആ നാട്ടിലെ ഏറ്റവും വലിയ പാപിയായിട്ട് മുദ്ര കുത്തിയിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ്റെ എന്തെങ്കിലും പാപത്തെക്കുറിച്ച് പറഞ്ഞോ? അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ക്രിസ്തു അവനെ കരുണയോടെ നോക്കിയിട്ട് അവനിൽ എന്ത് കണ്ടു? ക്രിസ്തു മത്തായിയിൽ എന്ത് കണ്ടു? ചുങ്കക്കാരനായിട്ട് ആ നാട്ടിലെ യഹൂദരാരും അവൻ്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട മത്തായിയിൽ ക്രിസ്തു എന്ത് കണ്ടു? ക്രിസ്തു അവനിൽ എന്ത് കണ്ടു? ആരെ കണ്ടു? ഒരു അപ്പസ്തോലനെ കണ്ടു. അതാണ് ക്രിസ്തുവിൻ്റെ കണ്ണ്. നമ്മളീ പുച്ഛിച്ച് തള്ളുന്ന മനുഷ്യരിൽ ദൈവം വലിയ വിശുദ്ധരെ കാണുന്നു. ഈ വിശുദ്ധരെല്ലാവരും പാപികളായിരുന്നു. കണ്ടോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, എന്നെ വിട്ടു പോണേ, ഞാൻ വലിയ പാപിയാണ്. കർത്താവ് വളരെ പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. ഫോളോ മീ, എൻ്റെ പിന്നാലെ വാ. മത്തായിയിൽ ഈശോ കണ്ടത് അവൻ്റെ പഴയ ജീവിതവും പാപവുമല്ല, അവൻ്റെ ഭാവിയാണ്. അവനെ ഒരു അപ്പസ്തോലനാകാനുള്ള വിളിയാണ്.
അവനൊരു സുവിശേഷകർത്താവാനുള്ളതാണ്. 4 സുവിശേഷകർത്താക്കളിൽ ഒരാൾ. എനിക്ക് എൻ്റെ പിന്നാലെ വാ, നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. അതാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കാനുള്ള ശ്രമമാണ് മതബോധനം. നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായിയെ വിളിച്ചു, മത്തായി എഴുന്നേറ്റ് പോയി. പക്ഷെ അതിൻ്റെ അകത്ത് കടന്നിരിക്കുന്ന ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു മതബോധനമുണ്ട്. അവിടെ എന്താണ് മതബോധനം? പാപിയായ മത്തായിയെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം അവൻ്റെ പാപത്തെ കാണുന്നില്ല, അവൻ്റെ പാപത്തെ പരിഗണിക്കുന്നില്ല. അവൻ്റെ ഭാവി, അവൻ്റെ വിളിയാണ് ദൈവം പരിഗണിക്കുന്നത്. തുടർന്ന് മനുഷ്യരെ 14, എന്താണ് 14 കണ്ടോ? CT5, അതും CT5, ഇതൊക്കെ CT5 ആണ്. മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. അതാണ് ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക. നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുന്നവരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പഠിപ്പിക്കുന്നവർ കൊച്ചുകുട്ടികളായിരിക്കാം, പക്ഷെ ആ കൊച്ചുകുട്ടികളെ യേശുവുമായിട്ടുള്ള സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. ആ കൊച്ചുകുട്ടികളെ ഇപ്പം തന്നെ അവരുടെ തിന്മകളെല്ലാം പറയിച്ച് അവരെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ക്ലാസ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. അവരെ യേശുവിലേക്ക് നയിക്കുക, യേശുവുമായിട്ടുള്ള ഒന്നാകുക, യേശുവിനെ സ്നേഹിക്കുക. യേശു അവരുടെ കാര്യങ്ങൾ പ്രകാശിപ്പിച്ചോളും. യേശു അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. യേശു അവരുടെ ജീവിതത്തിന് വഴി കാണിച്ചു കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് ഇപ്പോഴും കാറ്റഗിസെ ത്രതന്തെ മതബോധനം ഇന്നൊക്കെ ഇറങ്ങിയിട്ട് 1980 നമ്മുടെ നാട്ടിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്നും നമ്മുടെ കാറ്റഗിസം പ്രബോധനത്തിൽ മുഴുവനും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് ഓരോ രൂപതയ്ക്കും കാറ്റഗിസം ഡയറക്ടറേറ്റിലും കാറ്റഗിസം പഠിപ്പിക്കുന്നവരിലും ഇത് വരണം. മതബോധനം ഇന്ന് എന്നത് എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സും പഠിച്ചിരിക്കേണ്ട ഒരു പ്രബോധനമാണത്. അത് പ്രബോധനമായിട്ട് അവിടെ ബുക്സ് സ്റ്റാളിൽ വെക്കാൻ വേണ്ടിയുള്ളതല്ല. അത് ഓരോരുത്തരും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവക തലത്തിൽ നമ്മുടെ കാറ്റഗിസം സ്കൂളുകളിലെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണത്. അതാണിത്. മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. മതബോധനത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ നമ്മെ ഭാഗവാക്കുകളാകുന്നതിനും ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. പരിശുദ്ധാത്മാവിൽ കണ്ടോ, മനുഷ്യരെ പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ നമ്മെ ഭാഗവാക്കുകളാകുന്നതിനും നമ്മുടെ കുർബാനയിൽ മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പരിശുദ്ധാത്മാവിൻ സംസർഗവും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ആ ജീവൻ്റെ ജീവനിൽ നമ്മെ ഭാഗവാക്കുകളാകുന്നതാണ്. അതിന് ക്രിസ്തു വന്നാലേ സാധിക്കുള്ളൂ. അതാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. 427 മതബോധനത്തിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റുമായിട്ടുള്ള കണക്ഷൻ വരുന്നത്. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എന്താ? ക്രിസ്തുവാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യവചനം. അതാണ് മെയിൻ സബ്ജക്റ്റ്. അതിൻ്റെ വികസനം ഇവിടെ വരികയാണ്. മതബോധനത്തിൽ അവതീർണ വചനവും ദൈവപുത്രനുമായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവതീർണ വചനം, ശുഭവചനം എന്ന് പറഞ്ഞാൽ പോരാ. മഹത്വ അവതീർണ വചനം, മനുഷ്യനായി ജനിച്ച ആ വചനം, മാംസം ധരിച്ച വചനം. കർത്താവിന് മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി.
ഇതാ കർത്താവിൻ്റെ ദാസി, വചനം മാംസമായി. അപ്പം ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, അവതീർണ വചനവും ദൈവപുത്രനുമായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. മറ്റുള്ളതെല്ലാം അവിടത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കപ്പെടുന്നു. പ്രധാന പോയിൻ്റ് ഒന്ന്, അതിൻ്റെ സബ് ടൈറ്റിൽസ് വേറെ. എന്താണ് പ്രബോധനം? പ്രധാന പോയിൻ്റ് അവതീർണ വചനം. അപ്പോൾ ക്രിസ്തു ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഫോളോ മീ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് ഈ അവതീർണ വചനം. മീ, ഞാൻ ആരാണ്? പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന വചനമാണ്. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ വള്ളവും വലയും വിട്ട് അവിടെ നിന്ന് പോന്നു. എന്തുകൊണ്ടാണ്? ആ വചനത്തിൻ്റെ ഉള്ളിൽ മുഴുവനും ക്രിസ്തുവാണ്. ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു അവരുടെ അകത്തേക്ക് ചാടി വീണു. അവരെ ഇങ്ങ് വലിച്ചെടുത്തു ലോകത്തിൽ നിന്ന്. ആ വള്ളവും വലയും വിട്ട് അവർ പുറകെ പോന്നു. മത്തായിയുടെ ചുങ്കപ്പുരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഫോളോ മീ, എൻ്റെ പുറകെ വാ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഇത്രയും പൈസ ഇതൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കണ അവൻ ആ ചുങ്കസ്ഥലവും വിട്ടിങ്ങോട്ട് പോന്നു. അതാലോചിച്ച് നോക്കിയേ, എന്താണ് ആ ഫോളോ മീ? ആ എന്നെ അനുഗമിക്കുക. എന്നെ ആരാണ് ഞാൻ? പിതാവിനോടൊപ്പം ആദിയിലുണ്ടായതും സകലതും സൃഷ്ടിക്കപ്പെട്ടതുമായ വചനം ഞാനിപ്പോൾ അവതീർണമായി, ഞാൻ മനുഷ്യനായി അവതരിച്ചു, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഞാനാണ് പറയുന്നത്, ഫോളോ മീ. അപ്പോൾ അവതീർണ വചനം ദൈവപുത്രനായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. ഹല്ലേലൂയ. സമയം കഴിഞ്ഞു. മറ്റുള്ളതെല്ലാം അവിടത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കപ്പെടുന്നു. പ്രബോധകനും ക്രിസ്തു മാത്രമാണ്. അതാണ് ഓൺലി വൺ ടീച്ചർ. നമുക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, യേശുവാണ് നമ്മുടെ ഗുരു. മറ്റാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അയാൾ ഏത് പരിധി വരെ ക്രിസ്തു സന്ദേശവാഹകനോ വ്യാഖ്യാതാവോ ആയിരിക്കുന്നുവോ അത്രത്തോളം മാത്രമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ മറ്റാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ ഏത് പരിധി വരെ ക്രിസ്തു സന്ദേശവാഹകനോ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തു സന്ദേശവാഹകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. വ്യാഖ്യാതാവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്, എൻ്റെ വ്യാഖ്യാനമല്ല. ഇവിടെ പറയുന്നുണ്ട് അവസാനം, ആയിരിക്കുന്നതും അത്രത്തോളം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അയാളുടെ അധരങ്ങളിൽ കൂടി സംസാരിക്കുന്നത് ക്രിസ്തുവാണ്, അയാളുടെ സ്വന്തം കാര്യമല്ല. ക്രിസ്തുവിൻ്റെ നിഗൂഢാത്മക വാക്കുകൾ തൻ്റേതാകുവാൻ ഓരോ മതബോധകനും ശ്രമിക്കണം. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേത് അത്രേ. യോഹന്നാൻ 7:16. എൻ്റെ പ്രബോധനം, ഈശോ തന്നെ പറയാണ്, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേത് അത്രേ. പ്രൈസ് ദി ലോർഡ്.